തെറ്റാലിയിൽ കല്ലുകൊണ്ടടിക്കുന്ന വിദ്യാർത്ഥിയുടെ കൗതുകം ഒരു സ്കൂളിന്റെ തലവര മാറ്റുമെന്ന് തെളിയിക്കുകയാണ് കൊല്ലം ജില്ലയിലെ KNMVHSS പവിത്രേശ്വരം. തെറ്റാലി കൗതുകം ഷൂട്ടിംഗ് റേഞ്ചിലെ മെഡൽ കൊയ്ത്തിലേക്ക് എത്തിയ കഥ എങ്ങനെയെന്ന് കാണാം. ഇക്കഥ തുടങ്ങുന്നത് 2021 കോവിഡ് കാലമായിരുന്നു അത്. സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ശിവദേവിനോട് NCC ചുമതലയുള്ള കായികാധ്യാപകൻ B. ജയകുമാർ ചോദിച്ച ചോദ്യമാണ് കഥയ്ക്ക് ആധാരം. കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ അന്ന് NCCയുടെ ഓഫീസറായിരുന്നു. ആ സമയത്ത് കുട്ടികളെ സെലക്ട് ചെയ്യേണ്ട ഒരു അത്യാവശ്യം എന്നാൽ കുട്ടികളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ രക്ഷകർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ടാലൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അമ്മ ഇവിടെ നിൽപ്പുണ്ട്. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് ശിവദേവിന് ഡാൻസ് ഉണ്ടോ, ഇല്ല. പാട്ടുണ്ടോ, ഇല്ല. ഒന്നുമില്ല സാറേ, അവന് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവസാനം ഫോൺ വെക്കാൻ നേരത്തെ ഒന്നുകൂടെ ചോദിച്ചു, എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അത് അവൻ ഈ തെറ്റാലിയിൽ അവനിങ്ങനെ കല്ലൊക്കെ വെച്ച് അടിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ട്, അതിലൊരു ഇൻട്രസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരെ ശിവദേവിൻ്റെ എൻട്രി കൊടുക്കുന്നു. അമ്മയെ വിളിക്കുന്നു. നാളെ രാവിലെ പുനലൂർ ഷൂട്ടിംഗ് റേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. അതാണ് തുടക്കം. മെഡലൊന്നും വിദൂര ലക്ഷ്യം പോലും ആയിരുന്നില്ല. തെറ്റാലിക്ക് പകരം എയർ റൈഫിൾ ശിവദേവിന്റെ കയ്യിൽ വെച്ച് നൽകി. പിന്നെ നടന്നത് ചരിത്രം. 2022 NCCയിൽ ദേശീയതലത്തിൽ വെങ്കലവുമായാണ് തിരികെ എത്തിയത്. സ്കൂൾ മാറി പതാരം SMHSS എത്തിയെങ്കിലും കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും സ്വർണം സ്വന്തമാക്കി. പിന്നെ നാഷണൽസ് പോയി. പിന്നെ ഈ 2024 സ്കൂൾ ഗെയിംസ് ഗോൾഡ് ഉണ്ടായിരുന്നു. ഈ വർഷം NCC നാഷണൽ മെഡലിസ്റ്റ് കൂടിയാണ്, ഗോൾഡ് മെഡൽ. ഈ വർഷം സ്റ്റേറ്റിലും ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു. ശിവദേവിന് സ്കൂളിൽ നിന്ന് പിന്മുറക്കാരുണ്ടായി. തൊട്ടടുത്ത കൊല്ലം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വെള്ളി മെഡൽ എത്തിച്ചു വൈഷ്ണവി. ഇക്കൊല്ലവും പങ്കെടുത്തെങ്കിലും മാസങ്ങൾക്ക് മുൻപുള്ള പിതാവിന്റെ മരണവും പരിശീലനത്തിന് സ്വന്തമായി പീപ്പ് സെറ്റ് റൈഫിൾ ഇല്ലാത്തതും തിരിച്ചടിയായി. അച്ഛൻ ഈ അടുത്ത് മരിച്ചുപോയായിരുന്നു. നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. വെപ്പണും കാര്യങ്ങളും ഒന്നും എനിക്ക് സ്വന്തമായിട്ടില്ല. ഞാൻ ഇങ്ങനെ റെൻ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ പ്രാക്ടീസിൻ്റെ കുറവുകൊണ്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു. ഇത്തവണ ഇരുവരുടെയും പിന്മുറക്കാരനായി എത്തിയത് ഹരിനാരായണൻ. ആദ്യ സ്കൂൾ ഒളിമ്പിക്സിൽ എഴുതിട്ടത് സ്വർണം. ബ്രോൺസ് ആയിരുന്നു പ്രതീക്ഷിച്ച്, അത് കിട്ടുമെന്ന് തന്നെ സംശയത്തിൽ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ലോണം ചെയ്യാൻ പറ്റി. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കോച്ചിങ് നൽകുന്നത് സ്വന്തമായി ഷൂട്ടിംഗ് അക്കാദമി നടത്തുന്ന നിഖിൽ ബാബുവാണ്. സലിം മാലിക്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.